നമ്മൾ ഈ വാർത്ത തുടങ്ങിയ സമയത്ത് സൂചിപ്പിക്കുകയുണ്ടായി. വിയ്യൂരിലെ ജയിലിലാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമി ഉള്ളത്. കണ്ണൂരിൽ നിന്ന് അതീവ സുരക്ഷയുള്ള വിയ്യൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പുതിയ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങി വരുന്നതേയുള്ളൂ ഗോവിന്ദച്ചാമി. ഇന്നത്തെ രാത്രി ഗോവിന്ദച്ചാമിക്ക് ഉറങ്ങാൻ കഴിയുമോ എന്നുള്ളത് സൂചിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും അടുത്ത ജയിൽ ചാട്ടത്തിനുള്ള ആഗ്രഹമുണ്ടായിരിക്കും. കണ്ണൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള പ്രതീക്ഷകളാണ് മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. ആദ്യം കാണുന്ന ഒരു സ്ത്രീയെ കയറി പിടിക്കുക, ആക്രമിക്കുക, ഇതുവരെയും തൻ്റെ ജയിൽ മുറികളിലെ അഭിനിവേശങ്ങളെ സാക്ഷാത്കരിക്കുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടായിരിക്കാം. ഫേസ്ബുക്കിൽ ഇപ്പോൾ കാണുന്ന ഒരു ട്രോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇക്കാലത്തെ വിലക്കയറ്റവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിയെ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇതിൽ തമാശ ഒട്ടും വിചാരിക്കരുത്. രാവിലെ കണ്ണൂർ കവലയിൽ കടകൾക്ക് മുമ്പിലെ വിലവിവര പട്ടിക കണ്ട ഗോവിന്ദച്ചാമി ഞെട്ടി. വെളിച്ചെണ്ണ കിലോ 540, അരി കിലോ 75, ചിക്കൻ കിലോ 200, മട്ടൻ കിലോ 1200, കറണ്ട് ചാർജ്, വെള്ളക്കരം, വീട്ടുവാടക എക്സിട്ര എല്ലാം നോക്കിയപ്പോൾ അത്യാവശ്യം പട്ടിണിയോടെ ഒരു മാസം കഴിഞ്ഞുകൂടാൻ ചുരുങ്ങിയത് 25,000 രൂപയെങ്കിലും പുറത്തു വേണം. ചാടിയ ദുർബല നിമിഷത്തെ പഴിച്ചുകൊണ്ട് സുരക്ഷ ഉൾപ്പെടെ എല്ലാം സൗജന്യമായി കിട്ടുന്ന ഇടത്തിലേക്ക് തന്നെ പോകുന്നതല്ലേ ബുദ്ധി എന്ന ഉറച്ച തീരുമാനത്തോടെ ആണ് തനിക്ക് തിരിച്ചു പോകാനുള്ള ലൂപ്പ് ഹോളുകൾ ഗോവിന്ദച്ചാമി ഉണ്ടാക്കിയത് എന്നാണ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെയും രാജ്യത്തെയും വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ അത് നൽകുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇരിക്കെയാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിരിക്കുന്നു.